ഇങ്ങനെയുള്ള ചിന്തകളുണ്ടല്ലോ, ഈ ലേസ് പൊട്ടിക്കുമ്പോൾ അച്ചാച്ചൻ മരിക്കുക, ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് പനിയെ കാണിക്കുക, ഈ ആരും ചിന്തിക്കാൻ അതെങ്ങനെ പറ്റുന്നത്? ഇല്ല, എനിക്ക് അങ്ങനത്തെ ബൈ ഡിഫോൾട്ട് അങ്ങനത്തെ വിയേർഡായിട്ടുള്ള കഥകളെ വരാറുള്ളൂ. ജന്മന അങ്ങനെയാണ്. അപ്പോ അത് സിനിമയാക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ കോമഡി തന്നെയാണ്. പലതരത്തിലുള്ള കൺഫ്യൂഷൻസും കള്ളത്തരങ്ങളും ചതിയും മട്ടും റൊമാൻസും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഈ ചതിയും മട്ടുമൊക്കെ ആത്മകഥ അംശമുണ്ടല്ലോ ഇതിനകത്ത്? ഇല്ലില്ല, ചതിയും മട്ടിന്റെ ചെറിയൊരു അംശം കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ചതിയൊന്നും ഇല്ല. ഈ ക്യാരക്ടർ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് തോന്നുന്നത്. അതായത് ഈ വണ്ടിയുടെ മുമ്പിൽ ചാടുന്ന ഫ്ലാറ്റിന്റെ ബോഡി നടിച്ചെടുത്തൂടെ എന്ന് പറഞ്ഞാൽ ഇവർ വളരെ നല്ലൊരു റെമഡിയും കൂടി പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ ഒരു മനുഷ്യനാണ്. രൺബീർ കപൂറിനെ പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ രൺബീർ കപൂർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണോ ഇതിനകത്തെ ക്യാരക്ടർ? ഒട്ടുമല്ല. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ എൻ്റയർ ക്യാരക്ടേഴ്സിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുട്ടികളെ ബുദ്ധിയുള്ള ഭയങ്കര അങ്ങനത്തെ ഒരാളാ. അപ്പൊ ഇത് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നമ്മൾ ട്രailer കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിന്റെ ഒരു സ്കെയിലും ഇതിന്റെ ഒരു കളറും പരിപാടി. അതുപോലെ നമ്മൾ പറയേണ്ട ഒരു പരിപാടിയാണ്, ഒരു ക്രേസി എലമെന്റ് ഉണ്ട് സിനിമയിൽ. സാധാരണ നമ്മൾ റിയലിസ്റ്റിക് കോമഡിയൊക്കെ കണ്ട് നമുക്ക് എവിടെ ഒരു മടുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓടുകുതിരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ഫെസ്റ്റിവൽ സീസണിൽ തന്നെ ഇറക്കാൻ പ്ലാൻ ചെയ്ത നല്ല സ്കെയിലുള്ള കളർഫുൾ നമ്മള് ഓണത്തിന് ഫുൾ ഫാമിലി ഒക്കെ ആയിട്ട് തിയേറ്ററിൽ പടത്തിന് ഫുൾ കളറുണ്ട്. പിന്നെ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടിപ്ലക്സിന്റെ അപ്പുറത്തേക്ക് നമ്മൾ സാധാരണ തിയേറ്ററിൽ നിന്ന് ഒച്ചത്തി ചിരിച്ച് കൈയടിച്ച് അപ്പുറത്തെ ഒരാളുടെ അങ്ങനത്തെ ഒരു സോൺ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. അപ്പൊ ഈ ക്രേസി എലമെന്റ് പല ആളുകളിലും ഉണ്ട്. അപ്പൊ എന്റെ കഥാപാത്രത്തിനും കുറച്ച് കൂടുതലുണ്ട്. നമ്മള് ലാൽ സാർ അച്ഛൻ, ഞാൻ മൂത്ത മകൻ, ഫഹദ് ഇളയ മകൻ, പിന്നെ ഫഹദിന്റെ പരിപാടി, ഫഹദിന്റെ ലവ് സ്റ്റോറിയും അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും കുറച്ച് ഇതുള്ള ഇതിന്റെ ഒരു ഡിസൈൻ അൽത്താഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ സിനിമ ഭയങ്കര എനർജറ്റിക് ആയിട്ടും അത്യാവശ്യം പെർഫോമൻസിൽ പേസ് ഉണ്ട് ശരിക്കും. ഞാനത് ഭയങ്കര ലേണിംഗ് ആയിരുന്നു. ഞാൻ അൽത്താഫിന്റെ കൂടെ പഠിച്ചു. അതായത് ഞാനും വിഷ്ണുവും കൂടെ അഭിനയിക്കാണെന്ന് വിചാരിച്ചു. നമ്മുടെ ഇമോഷനും അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഒക്കെ ആ പേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് എന്റെ പേസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം ഈ സിനിമക്ക് ഒരു പേസ് ഉണ്ട്, ഈ സിനിമക്ക് ഡിസൈൻ ഉണ്ട്, ഈ സിനിമയിൽ കുറെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ സിനിമയാണ്. ഇത് എല്ലാ തരം ഓഡിയൻസിനെ അപ്പീൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മള് ഭയങ്കര എൻജോയ് ചെയ്താണ് ഈ സിനിമ ചെയ്തത്. അപ്പൊ കാണുന്ന കാഴ്ചക്കാർക്ക് അതിൽ കൂടുതൽ എൻജോയ്മെന്റ് ഉണ്ടാവണമെന്ന് ആഗ്രഹം. മലയാളത്തിന്റെ ആദ്യത്തെ സൂപ്പർ വുമൺ ആണ്. അപ്പൊ ഈ ഓടുംകുതിര ചാടുംകുതിരയില് ഇതുവരെ കാണാത്തൊരു കല്യാണിയെ കാണുന്നുണ്ട്. കുറച്ചധികം ഓവറാ ഇമോഷൻസും, അല്ലെങ്കിൽ ഓവർ ആക്ടിങ് എന്നല്ല പറയുന്നത്, ആ ക്യാരക്ടർ തന്നെ കുറച്ച് ഓവറാണ്. അത് ആദ്യത്തെ ഒരു ടേക്ക് ആയിരുന്നു. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത് 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവള് കുറച്ചൊരു വട്ടേസാണ്. പക്ഷെ ഇൻ എ വെരി ലവിങ് വേ. വട്ടാണ്, പക്ഷെ മുഴുവൻ വട്ടല്ല. സോ ഓവറാണ്, പക്ഷെ ചില ക്രൂഷ്യൽ മൊമെന്റ്സിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് സോ ഓവർ ദ ടോപ്പ് ആണ്. പക്ഷെ ചില ക്രൂഷ്യൽ മൊമെന്റ്സിൽ നമ്മൾ ഭയങ്കര സട്ടിൽ ആയിട്ടാണ് പെർഫോമൻസ് ചോദിച്ചത്. അൽത്താഫിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, വളരെ മിനിമൽ കോൺവെർസേഷണൽ സ്റ്റാർ ആണ്. ആവശ്യമുള്ളത് മാത്രമേ നമ്മളടുത്ത് സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഈ കഥാപാത്രത്തെ പറ്റി ചോദിക്കുമ്പോഴും പറയുമ്പോഴായാലും വളരെ മിനിമമായ കാര്യങ്ങൾ പറഞ്ഞ് അതിലൂടെ തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആവും. കുറെ കാലത്തിന് ശേഷം ഒരു ന്യൂ ജനറേഷണൽ ഡാഡായിട്ട് അതിനകത്ത് തോന്നുന്നത് സുരേഷ് ചേട്ടനെ. ഇപ്പോൾ ന്യൂ ജനറേഷൻ ഡാഡായിട്ട് അതിന്റെ കസാര ഒഴിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ആദ്യം അത് ലാലു ലക്സ് ആയിരുന്നു, പിന്നെ രഞ്ജി പണിക്കരായിരുന്നു, ഇപ്പൊ അത് ജോണി തന്നെയാണ്. ഇനി അങ്ങോട്ടേക്ക് സുരേഷ് കൃഷ്ണ ന്യൂ ജനറേഷൻ ഡാഡ് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഇനിയിപ്പോ ഞാൻ എഴുതാൻ പോണ അടുത്തേലൊക്കെ ന്യൂ ജനറേഷൻ ഡാഡ് ഒന്നുമല്ല, വേറെ ഇനിയിപ്പോ എക്സ്പ്ലോർ ചെയ്യാൻ പോണ രീതിയിലും മീറ്റർ കിട്ടി എനിക്ക്. അത് അങ്ങനെ സാധനം അത് നമ്മളെ വിളിക്കുന്നവരവരല്ലേ, സംവിധായകരും അല്ലെങ്കിൽ എഴുത്തുകാരും അല്ലാതെ തീരുമാനിക്കേണ്ട ഞാനല്ലല്ലോ. നമുക്ക് ഏത് ടൈപ്പ് കിട്ടിയാലും നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഡാഡാണോ ചേട്ടനാണോ അനിയനാണോ എന്നുള്ളതല്ല, ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇത്തരം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര താല്പര്യം. ഡിഗ്രി സാധനമൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് അൽത്താഫിന്റെ ഒരു സ്റ്റൈൽ നേരത്തെ അറിയാവുന്നത് കൊണ്ടും ഈ ക്യാരക്ടർ നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റി. പിന്നെ ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിലായിരുന്നു.
ഒട്ടും തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ വർക്ക് ചെയ്ത ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഈ അൽത്താഫിന്റെ ക്യാരക്ടേഴ്സും സാധാരണ രീതിയിലല്ല, അതായത് സിനിമയിൽ സാധാരണ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് പോലെ അല്ല ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഡയലോഗ്സ് ഒക്കെ തന്നെ വേറെ തന്നെ ഒരു രീതിയിലായിരിക്കും. ഇപ്പം അവിടെ അഭിനയിക്കാൻ നേരത്തെ ആ ഒരു മീറ്റർ ഉണ്ടല്ലോ, അൽത്താഫിന്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ ആ യൂണിവേഴ്സ്, അത് കിട്ടാൻ എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ചിലപ്പോൾ ഒരു ദിവസം ഞാനും നമ്മുടെ ലാലേട്ടനും കൂടി ഒരു സീൻ ഞങ്ങൾ കാരവനിലിരുന്ന് വായിച്ചിട്ട് ആ സീൻ വായിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് എനിക്കും ലാലേട്ടനും ആയ സീനിൽ ഒന്നുമില്ലല്ലോ എന്ന് തോന്നിപ്പോയി. തമാശ ഒന്നും തോന്നി? തമാശ ഒന്നുമില്ല, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലാണ് നമ്മൾ ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് നമ്മൾ സ്പോട്ടിലേക്ക് പോകുന്നു. സ്പോട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത്ര എക്സ്പീരിയൻസുള്ള ലാലേട്ടൻ പോലും പുള്ളി പല ആംഗിൾ ചിന്തിച്ച് നോക്കിയിട്ട് അതിനകത്ത് ഹ്യൂമർ പുള്ളിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ സ്പോട്ടിൽ പോയപ്പോഴത്തേക്ക് അൽത്താഫ് പറഞ്ഞു തരുമ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ ഒരു ഹ്യൂമർ കിടപ്പുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ സീൻ വായിച്ചു നോക്കി ടെൻഷൻ ആവാറില്ല, ബാക്കി അത് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അൽത്താഫ് നോക്കിക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസ്. കൂട്ടി വായിക്കുമ്പോഴാണ് ആ കഥയുടെ സ്റ്റോറി ടെല്ലിങ്ങിലാണ് അതിന്റെ ഹ്യൂമർ പോണത്. സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നില്ല, ഇപ്പുറത്തെ സീനിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇത് പറയുമ്പോഴാണ് ഇത് വരുള്ളൂ. അതിന്റെ സസ്റ്റെയിൻ പോണത് അപ്പുറത്തെ സീനിലായിരിക്കും. അപ്പൊ അത് മാത്രമായിട്ട് അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സീൻ ആയിരിക്കുമല്ലോ ഷൂട്ട് ചെയ്യണത്. അപ്പൊ അത് ഡയറക്ടറുടെ മൈൻഡിൽ മാത്രമല്ലേ അതുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര എന്താ പറയാ ഈസിയും ഫണ്ണും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച കുറേ ദിവസങ്ങളാണ് അവർ. അനുരാജ് നായകന്റെ കൂട്ടുകാരനാണല്ലോ, അനുരാജ് എന്നല്ലേ ക്യാരക്ടറിനെ പേര്. അപ്പൊ ഈ നായകന്റെ കൂട്ടുകാരന്റെ തമാശ എപ്പോഴും അധികം വർക്ക് ആവുന്നത് ഈ നായകൻ ഈ കൂട്ടുകാരൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വിഡിത്തം തിരുത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഫൺ ഉണ്ടാവാറ് പലപ്പോഴും. ഇപ്പൊ പാച്ചുവൽപ്പത് വിളക്കിലൊക്കെ ഉൾപ്പെടെ അങ്ങനെ അയാൾക്ക് ഹിന്ദി അറിയില്ല, അവിടെ ആണല്ലോ പല തമാശകൾ ഉണ്ടാവുന്നത്. ഇവിടത്തെ തമാശ ഏത് വിധത്തില? കൂട്ടുകാരനല്ല, ഒരു ചേട്ടൻ, അങ്ങനത്തെ ഒരു ചേട്ടനിയൻ ബന്ധമാണ്. അല്ലല്ല, അങ്ങനെ ഒരു ബന്ധമുണ്ട്. വർക്ക് ചെയ്യണതാണ് ആളുടെ കൂടെ പടത്തില്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആളുടെ വീട്ടിലൊക്കെ പോകാറുള്ള ഒരു എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരാൾ, എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരാളായിട്ടാണ് ചെയ്തത്. അല്ല, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യം ഫാദിക്കയുടെ കൂടെ കിട്ടിയ സീനിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് 1-2 ദിവസമൊക്കെ പതിയെ കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ആളും സീൻ ചെയ്യുന്ന സമയത്ത് ചില ഡയലോഗ്സുകൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കും, നമുക്ക് അവിടെ വേറെ എങ്ങനെ ചെയ്യാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഭയങ്കര ഇതായിട്ട് തോന്നിയായിരുന്നു. നമുക്കത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ എന്നൊക്കെ പറയുമായിരുന്നു. അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു ആ ഒരു പരിപാടി. പിന്നെ അൽത്താഫൊക്കെ പറഞ്ഞ പോലെ ആൾക്കൊരു കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ സുരേഷേട്ടൻ പറഞ്ഞ പോലെ സീൻ നമ്മൾ ചെയ്യണ സമയത്ത് ഒരു ഷോട്ടൊക്കെ കഴിയുമ്പോൾ ഇക്കൊക്കെ വേറൊരു ഐഡിയ തോന്നും. അപ്പോൾ വന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാന്ന് പറയും. അപ്പൊ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരിക്കും. അപ്പൊ അതിൽ വേറൊരു ഹ്യൂമർ സാധനം കിട്ടും. അത് നല്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പരിപാടി മൊത്തത്തിൽ. ഈ ഞണ്ടുകളുടെ നാട്ടിലൊക്കെ ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും ഓരോരോ പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ ലേസ് തിന്നുകയും ലൈഫിനെ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്ന ഒരു നായകൻ, എന്ത് കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന, ഇപ്പൊ എന്ത് കാര്യം ആലോചിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു അച്ഛൻ, അങ്ങനെ എല്ലാ ലാലിന്റെ ക്യാരക്ടറിനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. എല്ലാം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്ന ഒരു അമ്മ, എല്ലാത്തിനും ഈസി ആയിട്ട് എടുക്കുന്ന ഒരു അമ്മ. അപ്പൊ ഇതിനകത്ത് അനുരാജിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടറിന് ഇതുപോലത്തെ ഓരോ ക്യാരക്ടർ ട്രൈറ്റ്സ് ഉണ്ടോ? അതെ, ഇങ്ങനെ അത് ആ ഒരു എല്ലാവർക്കും അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവർക്കും ഒരു പൊടി വട്ടെന്ന് പറഞ്ഞ പോലെ ചെറിയ ഒരു ആ ക്യാരക്ടറിന് ഒരു ഇതുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് എനിക്കും ഉണ്ടായിരുന്നു ആ ഒരു സംഭവം. അത് ചില സമയത്ത് അൽത്താഫൊക്കെ വന്ന് പറഞ്ഞുതരും, അവിടെ ഒന്ന് പൊടി ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ. അപ്പൊ നമ്മൾ ചെയ്തിട്ട് കാണുമ്പോ ഇത് കൊള്ളാല എന്ന് തോന്നും. അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇവൻ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ആ ഒരു സംഭവം പടത്തില് എല്ലാവർക്കും ഓരോ അങ്ങനത്തെ ഒരു പരിപാടികൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നടക്കുമ്പോ അൽത്താഫ് പോയിട്ട് പറയും, ചേട്ടാ നടന്നു പോകുമ്പോ ഇങ്ങനെ ചെയ്യാൻ പറയും. അത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അയാൾക്കും ഈ ഒരു ക്രേസി എലമെന്റ് ഉണ്ടാവും. അയാൾ ഇന്ന് ഡയലോഗ് ഒന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മള് ഇരുന്ന് ഡയലോഗ് സംസാരിക്കുന്ന ഒരു ഏരിയ കൂടി ഒരുപക്ഷെ ഒരു പോലീസുകാരൻ നടന്നു പോകും. അപ്പൊ അയാളോട് പറയും ഇവിടെ എത്തുമ്പോ ചേട്ടൻ ഇങ്ങനെ ചെയ്തിട്ട് പോകാൻ പറയും. അപ്പൊ അതൊരു സിനിമയുടെ ഡിസൈനാണ്. പിന്നെ നമ്മള് ഒരുപാട് നാളുകളായിട്ട് ഇന്തൊരു സിനിമ തിയേറ്ററിൽ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെയാ തോന്നുന്നു. നമ്മള് ഭയങ്കര ലോജിക് ഒന്നും പിടിക്കാണ്ട് നമ്മള് സെലിബ്രേഷൻ പോലെ പോയിട്ട് എല്ലാരും കൂടെ ചിരിക്കുന്ന പോലത്തെ പരിപാടികളുണ്ടല്ലോ.